White Christmas has been our dream of a lifetime, and seeing Santa is kids' all-time favorite Christmas tree. We didn't think much, just packed the right gear, and is all set to start our journey to Lapland! Gatwick എയർപോർട്ടിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് and we are flying to the northernmost part of the Finland called Lapland. Lapland got two airports, one at its capital city, Rovaniemi, and Ivalo. ലാപ്ലാൻഡ് സറൗണ്ട് ചെയ്തിരിക്കുന്നത് സ്വീഡൻ, നോർവേ, റഷ്യ ആൻഡ് ദ ബാൾട്ടിക് സീ ആണ്. യു കെക്കാട്ടി 2 hours ahead ആണ് ഫിൻലാൻഡ്. And these are the first few glances of the Ivalo airport. And as you can already see, കുട്ടികൾ already started exploring. ഡിസംബർ തൊട്ട് ഏപ്രിൽ വരെ ഇവിടെ കഠിന വിൻ്ററിൻ്റെ സമയമാണ്. ഈ ഒരു സമയത്ത് സൂര്യൻ വല്ലപ്പോഴും ഒരു ചെറിയ സമയത്ത് ജസ്റ്റ് തല കാണിച്ചിട്ട് പോകും. എന്നാൽ സമയം നേരെ തിരിച്ചാണ്. കുട്ടികൾ ഈവൻ മിഡ് നൈറ്റിൽ പോലും പാർക്കിൽ പോകുന്നതാണ് എൻ്റെ രസകരമായ കാര്യം. നമ്മൾ ഹോട്ടലിൽ എത്തിയപ്പോഴത്തേന് ഏകദേശം 4 മണിയായി. -10 ഡിഗ്രിയാണ് അവിടെ. ഞങ്ങളുടെ ക്യാബിൻ്റെ തൊട്ട് മുമ്പിലത്തെ വ്യൂ ആണിത്. കുട്ടികൾ ആകെ എക്സൈറ്റഡ് ആണ്. അതിലേറെ എക്സൈറ്റ്മെന്റിൽ ഹിയർ കംസ് ദ കഥാനായകൻ. ക്രിസ്മസ് ഈവ് ഡിന്നറിന് വേണ്ടി ഞങ്ങൾ ഓൾറെഡി ഹോട്ടലിൽ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ദ ക്രിസ്മസ് ഈവ് ഡിന്നർ ഫ്രം ലാപ്ലാൻഡ്. And that is the end of our beautiful first day at Lapland. And got reminded of this beautiful Bible verse which says, "Though your sins are like scarlet, I will make them as white as snow." Welcome to the second day at Lapland. ഇത് രാവിലെ 8 മണിയാണ്. പക്ഷേ ഇവിടെ നല്ല കൂരിരുട്ടാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. 9 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ സെർവ് ചെയ്യത്തുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. സ്നോ മൊബൈലിംഗ് ആൻഡ് ഐസ് ഫിഷിംഗ്. ഓൾറെഡി വി വർ വെൽ പ്രൊട്ടക്റ്റഡ് വിത്ത് ഓൾ ദ തേർമൽസ് ആൻഡ് 4 layers. പക്ഷേ അവർ ഇൻസിസ്റ്റ് ചെയ്തത് കൊണ്ട് ഞങ്ങൾ അവരുടെ സ്നോ സൂട്ടും കൂടെ ഇട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് അനങ്ങാൻ പോലും പാടായിരുന്നു. ഈ സ്ലെഡ്ജിൽ വളരെ പാടുപെട്ടാണ് ഞാൻ കയറിയത്. To be frank, we were quite enjoying this trip. പക്ഷേ കിഡ്സ് നല്ല അൺകംഫർട്ടബിൾ ആയിരുന്നു. ബിക്കോസ് നല്ല തണുപ്പാണ്. നമ്മൾ സ്റ്റില്ലായിട്ട് എവിടെയെങ്കിലും നിൽക്കുകയോ നടക്കുകയോ ചെയ്യുന്ന പോലല്ല. നല്ലതായിട്ട് കാറ്റ് മുഖത്തോട്ടും കയ്യിലൊക്കെ കടിക്കുന്നുണ്ടായിരുന്നു. And we learned the first lesson of this trip: carry the warmers around wherever we go. And the interesting fact of this trip is like we are on a frozen river which is about 60 to 90 centimeter thick ആയിട്ടുള്ള ഫ്രോസൺ ലെയറിൻ്റെ മണ്ടയ്ക്കൂടാണ് ഞങ്ങൾ ഇപ്പം സ്നോ മൊബൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇവൻ ദോ സ്നോമൊബൈൽ ഓടിക്കുന്നത് നല്ല ഫൺ ആയിരുന്നെങ്കിലും ആദ്യം ഇനിഷ്യൽ കുറച്ച് സമയങ്ങൾ ഒരു അണ്ടർ കൺട്രോളിൽ കിട്ടാൻ വേണ്ടി ഒന്ന് ബാലൻസ് കിട്ടാൻ വേണ്ടി ഇച്ചിരി പാടായിരുന്നു. ഒത്തിരി ഓഫ് ട്രാക്ക് ഒക്കെ ആദ്യം ഇനിഷ്യലി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. സെയിം ആസ് ബൈക്കൊക്കെ ഓടിക്കുന്ന പോലെ കുറച്ചുകൂടെ സ്പീഡ് അറ്റൈൻ ചെയ്യുമ്പോഴാണ് കൺട്രോൾ കുറച്ചുകൂടെ കിട്ടുന്നത്. സ്നോമൊബൈലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഗൈഡ് നല്ല ഒരു ക്ലാസ് ഞങ്ങൾക്ക് തന്നിരുന്നു. മുമ്പിലത്തെ സ്നോമൊബൈലുമായിട്ട് ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, ഓഫ് ട്രാക്ക് പോകാൻ അവർ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല, ലൈൻ ബൈ ലൈനായിട്ട് പുറകിൽ തന്നെ വരണം എന്നാണ് അവർ സജസ്റ്റ് ചെയ്തിരുന്നത്. കാരണം വിൻ്റർ ടൈം ആകുമ്പോൾ തന്നെ ഇവർ ഒരു സ്നോമൊബൈൽ ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഐസ് ലെയറിൻ്റെ തിക്നെസ് അനുസരിച്ച് അവർ ആ ഒരു ട്രാക്കിൽ കൂടെ മാത്രമാണ് നമ്മുടെ സ്നോമൊബൈൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ തിങ് എന്ന് പറയുന്നത് അവരുടെ ഹാൻഡ് സിഗ്നൽ, ഗൈഡ് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അങ്ങനെ പല ഹാൻഡ് സിഗ്നൽസ് നമ്മൾ ഓൾറെഡി ആദ്യമേ നമുക്ക് പറഞ്ഞു തന്നിരുന്നു എന്തൊക്കെയാണ് ഹാൻഡ് സിഗ്നൽ എന്ന്. അത് ഗൈഡ് കാണിക്കുന്ന അനുസരിച്ച് നമ്മളും അത് സെയിം ഇമിറ്റേറ്റ് ചെയ്യണം, സോ ദാറ്റ് അതിൻ്റെ പുറകിലുള്ള സ്നോമൊബൈലിനും അലേർട്ടായിരിക്കും. And we were already like in a trance after seeing this black and white shade for the past 1 hour. സാമിസ് എന്ന എക്സ്റ്റിൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലാപ്ലാൻഡിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ഇവിടെ അല്ലാണ്ട് ഇവരെ കാണാൻ പറ്റുന്നത് സ്വീഡൻ, റഷ്യ, നോർവേ എന്നീ സ്ഥലങ്ങളിലും കാണാൻ പറ്റും. ഇവരുടെ മെയിൻ തൊഴിലെന്ന് പറയുന്നത് റെയിൻഡിയർ ഹേർഡിംഗ് ആണ്. അപ്പോൾ ഈ റെയിൻഡിയർ ഹേർഡിങ്ങിന് വേണ്ടി ഇവർ യൂസ് ചെയ്യുന്നത് ഈ സ്നോമൊബൈലാണ്. ജോർജിയൻ ലിഡിയൻ കാറ്റൊക്കെ കൊണ്ട് ഉറങ്ങുന്ന കണ്ടപ്പം ഗൈഡ് പറയുകയായിരുന്നു, ഇവിടെ ഉള്ള ആളുകളും ചിലരൊക്കെ സ്നോമൊബൈലിൽ ഒരു റൈഡിനൊക്കെ കുട്ടികളെ കൊണ്ടുപോയാണ് ഉറക്കാറുള്ളതെന്ന്. ചുറ്റുമുള്ള ഇരുട്ടൊക്കെ കാണുമ്പോൾ ഓർക്കും രാത്രിയായെന്ന്, പക്ഷേ ഇത് രാവിലെ 10:30 ആയിട്ടേ ഉള്ളൂ. Another interesting and main factor about Finland എന്ന് പറയുന്നത് UN സർവേ റിപ്പോർട്ട് അനുസരിച്ച് couple of times ഫിൻലാൻഡ് ഹാപ്പിയസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് ആയിട്ട് സെലക്റ്റഡ് ആയിട്ടുണ്ട്. ആൻഡ് ഈ സെലക്ഷൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ കൺട്രിയിൽ കറപ്ഷൻ വളരെ കുറവാണ്. നമ്മുടെ തിങ്സ് എന്തെങ്കിലും ലോസ്റ്റ് ആയെങ്കിൽ ഇവിടുത്തെ അടുത്തൊരു ലൈബ്രറി ചെന്ന് അന്വേഷിച്ചാൽ നിങ്ങളുടെ ആ സാധനം കിട്ടുമെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. And we have reached to the next part of our activity, ice fishing. ഫിനിഷ് പീപ്പിൾ നല്ല സ്ട്രോങ് പീപ്പിളാണ്, ഫിസിക്കലി ആൻഡ് ഓൾസോ മെൻ്റലി. ഏത് വെതർ കണ്ടീഷൻ ആണെങ്കിലും ഇവരെ തളർത്താൻ പറ്റത്തില്ല. അതായത് വെതർ കണ്ടീഷൻ അനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് അവർ കണ്ടുപിടിച്ച് അവരെ തന്നെ അവർ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മെയിൻ ആക്ടിവിറ്റിയാണ് ഐസ് ഫിഷിംഗ്. ഇവൻ കിഡ്സും ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഫിഷിങ്ങിന് വേണ്ടി ഐസ് ലെയർ ഇപ്പം ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈഡ് ഞങ്ങളെ കാണിച്ചു തരികയാണ് എങ്ങനെ ഡ്രില്ല് ചെയ്യുന്നതെന്ന്. ലാപ്ലാൻഡ് റിവേഴ്സിൽ കണ്ടുവരുന്ന ഫിഷുകൾ സാൽമൺ, ട്രൗട്ട്, കെയിലിംഗ്, പൈക്ക്, പേർച്ച്, വൈറ്റ് ഫിഷ് എന്ന കുറേ ഫിഷുകൾ. For Finnish people, ice fishing is the best way to catch up with friends and relax. ആൻഡ് ലിഡി ഇതൊന്നും അറിയാണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു. ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ടെക്നിക്സും യൂസ് ചെയ്തു, പക്ഷേ better luck next time. And we are going to start our journey back. ഇതൊരു ഫിന്നിഷ് ട്രഡീഷണൽ കപ്പാണ്, കുക്സ എന്ന പേര്. ഇതിലൊരു ഹോട്ട് ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് ജേർണി സ്റ്റാർട്ട് ചെയ്തു. It turned out to be another magical moment. First snowfall experience at Lapland. Psalms 147 says, He sends the snow like white wool, He scatters frost upon the ground like ashes, He hurls the hail like stones.
today is the Christmas day. അപ്പോൾ ക്രിസ്മസ് ലഞ്ചിനായിട്ട് ഞങ്ങൾ ഹോട്ടലിൽ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾ അവിടെ അവർ കുക്കീസൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് we started to have our Christmas lunch. ഇതൊരു അടിപൊളി ഡ്രിങ്കാണ്, ഗ്ലോഗ് എന്നാണ് പറയുന്നത്. ഇതൊരു മുൾഡ് വൈൻ വിത്ത് കോക്കനട്ട് ചിപ്സും എല്ലാം ഉള്ള ഒരു ഡ്രിങ്കാണ്. നല്ല ഒരു റിഫ്രഷിങ് ഫീലാണ് അതിന്. ക്രിസ്മസ് ലഞ്ചൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ഓർത്തു വന്നാൽ പിന്നെ വാലോ ടൗൺ സെൻറ്റർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. ആൻഡ് വി ആർ വാക്കിംഗ് ടു ദ ടൗൺ സെൻറ്റർ നൗ. ദിസ് വാസ് അനദർ വണ്ടർ. ഇതൊരു റിയൽ ഐസ് സ്കൾപ്ചറാണ്. എല്ലാ ടൗൺ സെൻറ്ററിലും ഇത് കാണാൻ പറ്റുമായിരുന്നു. ആ സിറ്റിയുടെ പേരും വെച്ചിട്ടായിരുന്നു ആ ഒരു സ്കൾപ്ചർ, റിയൽ ഐസ് സ്കൾപ്ചർ കണ്ടിരുന്നത്. ഈ ഐസ് സ്കൾപ്ചറിൻ്റെ പുറകിൽ ഈ ടോബഗനിങ് റാമ്പ് ഉണ്ട്. സോ every town center we were searching for this ice sculpture so that kids can have fun there. ഇതാണ് ഞങ്ങളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫാമിലി പിക്ചർ. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊരു മാർക്കറ്റിൽ കയറിയതാണ്. കെ മാർക്കറ്റ് എന്നാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. അനദർ ആക്ടിവിറ്റി ഫോർ ദിസ് ഡേ എന്ന് പറയുന്നത് നോർത്തേൺ ലൈറ്റ് ഹണ്ട് ആണ്. അതിനുവേണ്ടി ജസ്മിൻ സ്നോ മൊബൈലിൽ നോർത്തേൺ ലൈറ്റ് കാണാൻ വേണ്ടി കുറച്ചുകൂടെ ഡീപ്പ് ഫോറസ്റ്റിലേക്ക് പോകാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വി വർ ഹെഡിങ് ബാക്ക്. കാറിൽ പോകുന്നതാണോ നല്ലത്, ഇതേ ഇരിക്കുന്നതാണോ നല്ലത്? ആണോ? ഓഹോ, കുട്ടികളുടെ കൂടെ കുറച്ച് ക്രിസ്മസ് ഗെയിംസ് ഒക്കെ കളിച്ച് അങ്ങനത്തെ ആ ക്രിസ്മസ് ഡേയും ഞങ്ങൾ എൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. Happy Christmas! By this time, deep in the forest, Jasmine was able to see this mesmerizing view. ഞങ്ങളുടെ ക്യാബിൻ്റെ മുന്നിൽ നിന്ന് ഇത്രയും ഫെയിൻ്റ് ആയിട്ടൊരു വ്യൂ ഞങ്ങൾക്ക് കാണാൻ പറ്റി. And meanwhile, Santa was busy distributing the presents. And it was day 2 of our itinerary and we have completed 15,000 steps on one day. Merry Christmas! And it is day 3. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി രാവിലെ വന്നപ്പോഴാണ് നിങ്ങളെ റൈ ബ്രെഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഓർത്തത്. ഇതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഹെൽത്തിയസ്റ്റ് ബ്രെഡ് ഇൻ ദ വേൾഡ്. Going back? no, we are going to Inari. And we are heading to a Sami museum at Inari. Inari എന്ന് പറയുന്നത് ഇവാലോയ്ക്ക് അടുത്തുള്ളൊരു സിറ്റിയാണ്. ഇന്നലെ ഞങ്ങൾ നടന്ന പാട്ടാണ്. അപ്പം നമുക്ക് നടക്കാൻ പറ്റത്തില്ല, കുന്നുകൂടി സ്നോ ആണ്. സോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവരതൊക്കെ ക്ലിയർ ചെയ്യും. ഞങ്ങളുടെ ഇനിഷ്യൽ പ്ലാൻ വാസ് ടു ഹയർ എ കാർ. പക്ഷേ ഇൻഷുറൻസ് കോസ്റ്റും ഹയറിംഗ് കോസ്റ്റും എല്ലാം കണ്ടപ്പം ഞങ്ങൾ ഓർത്തു ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന്. ആൻഡ് ആഫ്റ്റർ സീയിങ് ദിസ് സ്നോ സ്റ്റോം വി ആർ താങ്ക്ഫുൾ ടു ഗോഡ് ദാറ്റ് വി ഹാവ് ബീൻ ടേക്കൺ ദാറ്റ് ഡിസിഷൻ. യൂഷ്വലി പോകുന്നൊരു റൂട്ടാണെങ്കിൽ ഈ സ്നോ സ്റ്റോമിൽ കൂടെ ഒക്കെ പോകുമ്പം ഓക്കെ ആയിരിക്കും. പക്ഷേ ഐ തിങ്ക് ലൈക്ക് അതർവൈസ് ഇറ്റ് ഈസ് സോ ഇൻവിസിബിൾ. റോഡ് ഏതാ, റിവർ ഏതാ, ബ്രിഡ്ജ് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് മുന്നിൽ കാണുന്നത്. No. Where we going? There is Inari. ഫിന്നിഷ് ട്രഡീഷനും അതിലുപരി സാമിയുടെ ട്രഡീഷനും കാണിക്കുന്ന ഒരു മ്യൂസിയമാണിത്. ആൻഡ് ദിസ് മ്യൂസിയം ഹാസ് വൺ ദ ബെസ്റ്റ് മ്യൂസിയം ഇൻ യൂറോപ്പ് ഇൻ 2024. മ്യൂസിയത്തിൻ്റെ പേര് സിഡ മ്യൂസിയം ആണ്.
and it was worth a visit. ബ്രിട്ടീഷ് ആൾക്കാരെന്ന് പറയുന്നത് നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. സോ അറ്റ് എനി കോസ്റ്റ് ദേ വിൽ ട്രൈ ടു പ്രൊട്ടക്ട് ദ നേച്ചർ. കുട്ടികളിലും ഈ അവയർനെസ് കൊണ്ടുവരാൻ മാക്സിമം അവർ ട്രൈ ചെയ്യാറുണ്ട്. സ്കൂളുകളിലും പല ആക്ടിവിറ്റീസ് ഇതിൻ്റെ അറൗണ്ട് നടത്താറുണ്ട്. ഫിൻലാൻഡിലെ റിവറിൽ നിന്നുള്ള വെള്ളവും അതേപോലെ ടാപ്പിൽ നിന്നുള്ള വെള്ളവും ഒക്കെ നമുക്ക് ഡയറക്റ്റ് കുടിക്കാൻ പറ്റും വിത്തൗട്ട് എനി ട്രീറ്റ്മെൻറ്റ്, ബിക്കോസ് ഇറ്റ്സ് എ പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ ഇൻ ഫിൻലാൻഡ്. ഇവിടുത്തെ കുട്ടികൾക്ക് വളരെ റിലാക്സ്ഡ് ഫോം ഓഫ് സ്കൂളിംഗ് ആണ്. റെഗുലർ ഇൻ്റർവെൽസ് ആഫ്റ്റർ ഈച്ച് സബ്ജക്റ്റ് കൊടുക്കാറുണ്ട്. ആൻഡ് ഡ്യൂറിങ് ദീസ് ബ്രേക്സ്, റിഗാർഡ്ലെസ് ഓഫ് ദ വെദർ, ദേ വിൽ ബി സെൻഡ് ഔട്ട്സൈഡ് ടു ബ്ലെൻഡ് വിത്ത് ദ നേച്ചർ. സമ്മർ ലോങ് ബ്രേക്സ് ആണ് ഫാമിലിയുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. വിൻ്ററിൽ ലോങ് സ്കൂൾ ഡേയ്സ് ആണ്, സോ ദാറ്റ് കിഡ്സിന് കൂടുതൽ ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യുകയും ഫാമിലീസിന് അതൊരു റിലീഫുമായിരിക്കും. അവർക്ക് അവരുടെ വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റും. ലാപ്ലാൻഡിൽ മനുഷ്യരെക്കാട്ടി കൂടുതലുള്ളത് റെയിൻഡിയേഴ്സ് ആണ്. റെയിൻഡിയേഴ്സ് കൂടാതെ ഇവിടെ ഉള്ളത് ബ്രൗൺ ബിയർ, ഫോക്സ്, വൂൾസ്. These are the different species of fishes at Lapland. ഈ ഒരു മ്യൂസിയത്തിന് പ്രത്യേകത ഇവിടെ ഇൻഡോർ മാത്രമല്ല ഔട്ട്ഡോറുമുണ്ട്. ഈ ഔട്ട്ഡോർ മ്യൂസിയം മുഴുവൻ വേരിയസ് കൈൻഡ്സ് ഓഫ് ഹൗസസ് ആൻഡ് ഹട്ട്സ് ഓർ ടെൻസ് യൂസ്ഡ് ബൈ സാമീസ് ആണ്. അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മ്യൂസിയം തന്നെയായിരുന്നു ഈ ഔട്ട്ഡോർ മ്യൂസിയം. ഈ വീടുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും വേർ ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഗോട്ട് ഇറ്റ്സ് ഷേപ്പ് ഫ്രം. ഇനി അങ്ങോട്ട് കുറേ ആനിമൽ ട്രാപ്സ് ആണ്. ആദ്യം കാണുന്നത് ബെയർ ട്രാപ്പ് ആണ്. ഇതിൻ്റെ ഇടയ്ക്കോട്ട് ബെയർ വന്നിരിക്കുമ്പോൾ ഇത് താഴോട്ട് ഈ ലോഗ് താഴോട്ട് വന്ന് അതിനെ അമക്കി ഇങ്ങനെ താഴെ വെക്കും. ഇത് ഫോക്സ് ട്രാപ്പ് ആണ്. എന്തെങ്കിലും ഫുഡ് അവിടെ വെക്കും, കുറുക്കൻ്റെ മുഖം അതിൻ്റെ ഇടയ്ക്ക് സ്റ്റക്കായിട്ടിരിക്കും. ഇത് റെയിൻഡിയർ ട്രാപ്പ് ആണ്. ഇത് റെയിൻഡിയർ സ്കിന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ്. അങ്ങനെ മ്യൂസിയം എല്ലാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലഞ്ച് കഴിക്കാൻ വേണ്ടി തിരിച്ച് മ്യൂസിയത്തിലേക്ക് തന്നെ പോവുകയാണ്.
ഫിൻലൻഡ് ട്രിപ്പ് ആക്ച്വലി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയായിരുന്നു. ഫുഡിനൊക്കെ നല്ല എക്സ്പെൻസ് ആണ്. കമ്പാരിറ്റീവ്ലി ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞ ഫുഡ് കഴിച്ചത് ഞങ്ങൾ ഈ മ്യൂസിയത്തിൽ നിന്നാണ്. ടാക്സി ഡ്രൈവർ ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്ന ടൈം വൈകിട്ട് 4 o'clock ആണ്. അപ്പോൾ 1 more hour ഉണ്ട്. സോ വി തോട്ട് ടു എക്സ്പ്ലോർ ഇനാരി സിറ്റി ആസ് വെൽ. ഈ സ്ലെഡ്ജ് ഉണ്ടായിരുന്നതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. And look at this. This is another frozen river, Inari River. And this is the view of Inari city center. And getting a hot drink in this weather was so relieving. And we are back to the hotel and there ends day 3. Day 4 was more brighter than the last 2 days. ഞങ്ങൾക്ക് അന്ന് 12 മണിയാകുമ്പോൾ റെയിൻഡിയേഴ്സിനെ കാണാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതല്ലാണ്ട് മോർണിംഗ് ഹാഫ് വാസ് ഫ്രീ. ഞങ്ങളിപ്പം ഹോട്ടലിൻ്റെ അറൗണ്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്ത് നടന്നപ്പോഴാണ് ഡീപ്പ് സ്നോ ആണ്. കാരണം ബാക്കി എല്ലാ റോഡുകളും അവർ ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും ഡീപ്പ് സ്നോ ആകാത്തത്. ഈ ഒരു ഭാഗങ്ങളൊന്നും ക്ലിയർ ചെയ്തിട്ടേ ഇല്ല. സോ വി കുഡൻറ്റ് ഇവൻ വാക്ക് ത്രൂ ദിസ്. ഈ ഒരു സീനിക് വ്യൂ ഒരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ തന്നെയായിരുന്നു. ഇത് ശരിക്കും ഫ്രോസൺ റിവർ ഇവാലോ ആണ്. ഇതിലേക്കൂട്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്നോ മൊബൈലിംഗ് ചെയ്തത്. ഞങ്ങളുടെ നെക്സ്റ്റ് വൺ ഇൻ ഐറ്റിനറി ഇസ് ടു വിസിറ്റ് എ റെയിൻഡിയർ ഫാം. അപ്പം ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സാമീസ് ഹൗസിലേക്കാണ്. റെയിൻഡിയർ ഇല്ലെങ്കിൽ ലാപ്ലാൻഡ് ഇല്ല എന്നുള്ളൊരു സ്ഥിതിയാണ്. ബിക്കോസ് ലാപ്ലാൻഡിൽ മോസ്റ്റ്ലി ഉള്ളത് റെയിൻഡിയേഴ്സ് ആണ്. ഫിൻലൻഡ് യൂണിവേഴ്സിറ്റീസിലെ ഒരു സബ്ജക്റ്റാണ് റെയിൻഡിയർ ഹെർഡിങ്. സമ്മർ ടൈം ആയി കഴിയുമ്പോൾ തന്നെ ഈ റെയിൻഡിയേഴ്സിനെ എല്ലാവരും തുറന്നു വിടും. അവർ ഗ്രൂപ്പായിട്ട് വാണ്ടർ ചെയ്ത് അങ്ങ് പോകും. വിന്റർ ടൈം ആകാറാകുമ്പോൾ തന്നെ ഇവര് സ്നോ മൊബൈലിൽ പോയി ഫോറസ്റ്റുകളിൽ നിന്ന് ഈ ഗ്രൂപ്പ് ഓഫ് റെയിൻഡിയേഴ്സിനെ തപ്പിപ്പിടിച്ച് തിരിച്ചു കൊണ്ടുവരും. ചില റെയിൻഡിയേഴ്സിനെ കിട്ടിയില്ലെന്ന് വരിക്കും. ചില പുതിയ റെയിൻഡിയേഴ്സ് ഈ ഗ്രൂപ്പിൽ പെട്ടെന്ന് വരിക്കും. ഓരോ റെയിൻഡിയേഴ്സും ഓരോ ഗ്രൂപ്പ് ഓഫ് സാമീസിന് രജിസ്റ്റേർഡ് ആണ്. ഓരോ റെയിൻഡിയറിനെയും അവർ ഓൺ ചെയ്യുമ്പം അതിൻ്റെ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ റെയിൻഡിയറിൻ്റെ ചെവിയിൽ നിന്ന് ഒരു പ്രത്യേക പാറ്റേണിൽ മുറിച്ചെടുക്കും. ആ ഒരു കട്ടാണ് ആ ഒരു റെയിൻഡിയറിനെ അവർ തിരിച്ചറിയാൻ യൂസ് ചെയ്യുന്നത്. ഒരു റെയിൻഡിയറിൻ്റെ കട്ട് മറ്റൊരു റെയിൻഡിയറിൻ്റെ കട്ടിൽ നിന്ന് വ്യത്യസ്തവുമായിരിക്കും.
And those were the cute memories of reindeers. And it was time for us to head back to the hotel. And tomorrow will be a long day for us because we are heading to Rovaniemi, the homeland of Santa Claus. This Finnish salmon soup with the rye bread is a must try. ഇത് മോർണിംഗ് രാവിലെ 6:30 7:15 ഞങ്ങൾക്ക് ബസ് പിടിക്കേണ്ടത്. ഇവിടുത്തെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വളരെ എക്സ്പെൻസീവ് ആണ്. ഏകദേശം 3.5 മണിക്കൂർ ജേണിയാണ് ഞങ്ങൾക്ക് ഇവാലോയിൽ നിന്ന് റൊവേനിമി വരെയുള്ളത്. This journey is just dedicated for the kids. ഒരു ഷോർട്ട് ടൈം മാത്രമേ ആയിരിക്കും ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. 5:30 ഞങ്ങൾക്ക് തിരിച്ചുള്ള ബസ് കിട്ടണം. And that too in this short period we need to see the Santa Claus. And we heard it is a long queue. So fingers crossed. Lapland for several weeks സൂര്യൻ ഉദിക്കാറേയില്ല. So after seeing this, even the Finnish people on the bus were like taking the videos and were so excited. And we have reached from the northernmost part of the Lapland to the southernmost part of and we almost reached there. Even though Santa Clausനെ കാണുന്നത് ഫ്രീ ആണെങ്കിലും നമുക്കൊരു ടൈം സ്ലോട്ട് കിട്ടണം. So first we headed to the head office to get the time slot and we got only 4:15. This is a mandatory way from the Arctic Circle line. ഇതൊരു മാസീവ് റിയൽ സ്നോമാൻ ആണ്. ഞങ്ങൾ ഓർത്തു സാന്റാക്ലോസിനെ കാണാൻ ക്യൂ ചെയ്യുന്നതിന് മുന്നേ പെട്ടെന്ന് ഓടി നടന്ന് ഈ സാന്റാക്ലോസ് വില്ലേജ് കാണാമെന്ന്. ഏകദേശം 2 ദിവസമെങ്കിലും എടുക്കും ഈ സാന്റാക്ലോസ് വില്ലേജ് ഒന്ന് വൃത്തിക്ക് കാണണമെങ്കിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. ജൈജാൻറ്റിക് സ്നോ ബ്ലോക്ക് ആണ്. ഇവിടെ ഒരു ജൈജാൻറ്റിക് സ്നോ ഹോട്ടൽ തന്നെയുണ്ട്. അതൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നും ഈ ഒരു ട്രിപ്പിൽ നടക്കത്തില്ല. വിൻ്റർ ടൈമിൽ അവർ ആ ഹോട്ടൽ ഏകദേശം വീക്സ് ടു മന്ത്സ് എടുത്തിട്ട് ബിൽഡ് ചെയ്ത് എല്ലാ വിൻ്റർ ടൈമിലും അവരത് ബിൽഡ് ചെയ്യാറുണ്ട്. ഇതൊരു ചെറിയൊരു റെയിൻഡിയർ ആൻഡ് ആനിമൽ ഫാം ആയിരുന്നു ഇൻസൈഡ് ദ സാന്റാക്ലോസ് വില്ലേജ്. ഇത് കണ്ടില്ലേ, റെയിൻഡിയറിൻ്റെ കൊമ്പ്, അതും സ്കിന്ന് ഷെഡ് ചെയ്യാറുണ്ട്. ഇറ്റ് ലുക്സ് എ ബിറ്റ് സ്കെയറി. ലിഡിയയുടെ കണ്ണ് എങ്ങനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ നോക്കുമായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ആ റെയിൻഡിയർ വരുമ്പം അറിയാണ്ട് ആ കൊമ്പെങ്ങാനും കണ്ണിൽ കൊണ്ടാലോ എന്നായിരുന്നു എൻ്റെ ടെൻഷൻ. And why Rovaniemi is known as the Santa Claus village? പല ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണും. ആൻഡ് വൺ ഓഫ് ഇറ്റ് ഈസ് ലൈക്ക് ഒരു ഫിന്നിഷ് റേഡിയോ ഹോസ്റ്റ് ജസ്റ്റ് ഔട്ട് ഓഫ് ബ്ലൂ ഡിക്ലെയർ ചെയ്തു in 1927 that Santa Claus resides in a mountainous region in Lapland.
And we started this queue and can you believe ഏകദേശം 1.5 മണിക്കൂറോളം ഞങ്ങൾ ഈ ക്യൂ നിന്നു and got this picture with the Santa Claus. And it is time to catch the bus back. It was a long day. I won't say it is worth it, but we made it. Rest of the days at Lapland we had to spend in another hotel because the first hotel was overbooked. അപ്പം ഫസ്റ്റ് രാവിലെ ഓഫ് ഡേയ്സ് ഞങ്ങൾക്ക് ലഗേജസ് എല്ലാം മറ്റേ ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമായിരുന്നു ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ ഹെഡിങ് ടു സാരിസൽക്ക. ഈ ലാപ്ലാൻഡിൻ്റെ പ്രത്യേകത ഓരോ സിറ്റിക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയും ബ്യൂട്ടി ഉണ്ടായിരുന്നു. ഈ സാരിസൽക്ക എന്ന സിറ്റി ഒരു പ്രത്യേകതരം വേറെ ഇതുവരെ കാണാത്ത വ്യത്യസ്തമായ ഒരു സിറ്റി ആയിരുന്നു. ആൻഡ് ദിസ് ഈസ് എ സ്പോർട്സ് സെൻറ്റർ. ഇതൊരു മൗണ്ടേനിയസ് പ്ലേസ് ആണ്, അതുകൊണ്ട് തന്നെ സ്കീയിങ്ങിന് ഏറ്റവും പറ്റിയ ഒരു സിറ്റിയാണ്. ഇവിടുത്തെ ഒരു മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് സൈക്ലിംഗ് ആണ്. കാറുകൾ വളരെ കുറവാണ്. റിഗാർഡ്ലെസ് ഓഫ് ദ വെദർ ദേ വിൽ സ്റ്റിക്ക് ഓൺ ടു ദിസ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഞങ്ങൾ ഡ്രോൺ കൊണ്ടുവന്നെങ്കിലും വേറൊരു സിറ്റീസിലും പറത്താൻ അലൗ ചെയ്തില്ലായിരുന്നു. ആൻഡ് ദ ഓൺലി സിറ്റി വിച്ച് അലൗഡ് ഈസ് അറ്റ് സാരിസൽക്ക ആൻഡ് ദിസ് ഈസ് എ ഡ്രോൺ ഫുട്ടേജ്. നമ്മൾ കാണുന്നിടമെല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിം ആയിരുന്നെങ്കിലും സോ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇറ്റ് വാസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. വേറെ ഒരു മാജിക്കൽ വേൾഡിൽ ചെന്ന് പെട്ട പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു.
Kids are now obsessed with the K supermarket at Lapland. ഞങ്ങൾ അതും തപ്പി നടക്കുകയാണിപ്പം. Had our dinner and heading back from this beautiful wonderland. രാവിലെ ചെക്കിൻ ഒക്കെ ചെയ്തിട്ട് പോയെങ്കിലും we haven't seen the room of the hotel and now we are going to face a reality. Even though we knew that the name of the hotel is Ivalo Camping Center, we didn't thought on our head like it's a real camping center. And we don't have any other option as well because every hotels are overbooked. The major disappointing factor was bathroom ഒക്കെ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. ഒരു 1 മിനിറ്റ് നടന്നാലായിരുന്നു ബാത്റൂമും ബ്രഷ് ചെയ്യാനും ഒക്കെ ഉള്ള ഫെസിലിറ്റി ഉള്ളത്. And it was a bit of another experience, Laplandic camping experience. ഇത് ബാത്റൂം ഫെസിലിറ്റിയുടെ അവിടെ നിന്ന് റൂമിലേക്ക് തിരിച്ച് നടന്നു പോകുന്ന വഴിയാ. And this is our cabin. And the kids were quiet, enjoying, and blended with the nature. This will be our second last day at Lapland, and we got 2 more activities left: husky ride and sauna. Huskies നല്ല friendly dogs ആണ്. Lydia and Georgia already has become friends with them. And they were waiting to get started, and here we go. ഈ ഹസ്കിയുടെ സ്ലെഡ്ജ് ഹസ്കി വലിച്ചുകൊണ്ട് പോകുന്നെങ്കിലും നമ്മൾ മാനുവൽ ചെയ്യണം. ലെഫ്റ്റിലേക്ക് പോകണോ റൈറ്റിലേക്ക് പോകണോ എന്ന് നമ്മൾ ഡയറക്ഷൻ കൊടുക്കുന്നതനുസരിച്ചാണ് ഈ ഹസ്കി പോകുന്നത്. ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആദ്യമേ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. And that day was really bright. Sky was looking like cotton candy. It was a different type of sky, and it was a real different experience. Mom, it looks like a lollipop. Yes, it looks like a lollipop. ഹസ്കീസിൻ്റെ ഐഡൽ ടെമ്പറേച്ചർ -20 ഒക്കെയാണ്. ഇതിപ്പം -1 or -2 അങ്ങാണ്ടേ ഉള്ളൂ. സോ ദേ ആർ നോട്ട് ദാറ്റ് ഹാപ്പി എന്നാണ് ഗൈഡ് പറയുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദിസ് റൈഡ് ദേ വർ റോളിങ് ഇൻ ദ സ്നോ, അവരെ വാമപ്പ് ചെയ്യാൻ വേണ്ടി. And this husky ride was the favorite of all the activities we have done. This was truly a one-off experience and will be etched on our brain forever.
Now we are heading back to the hotel for our last activity, sauna. To maintain their health, Finnish people എപ്പോഴും ice bathing and sauna regularly ചെയ്യാറുണ്ട്. We had a glimpse of this experience as well and heading back to the hotel. And tomorrow is our return to UK, so here starts the packing up time. And here is our science experiment. നല്ല ചൂട് വെള്ളം എയറിലേക്ക് ഡിസ്പേഴ്സ് ചെയ്തപ്പോഴത്തേന് അതെല്ലാം പൗഡേർഡ് ഐസായി മാറി. And one more thing was pending on my list, to capture the snowflake shape through the lens. How we layered up ourselves at Lapland, a thermal or a base layer, a fleece layer and an inner jacket. ഇതിന്റെ പുറത്ത് ഒരു സ്കീ ജാക്കറ്റും പാൻസും ഇടും. And it is the last day. It's almost time to say bye to Lapland. Bye Finland. Finland. And these are the last few glances of the Ivalo airport. And tie them securely in a double bow at the side. Thank you, Lapland. And we had a bunch of memories to recollect on our way back.